വിഷോയ്, നിങ്ങൾ തൃശ്ശൂർക്കാര് ആനാപൂരം പള്ളിപ്പെരുന്നാള് ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ ബ്ലോക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾ പട്ടാമ്പിക്കാരട്ട സൂപ്പർ. ആനയും പൂരം മാത്രല്ല, ബ്ലോക്കിന്റെ കാര്യത്തിലും ഞങ്ങൾ തൃശ്ശൂർക്കാരെ മുട്ടാനായിട്ട് ഇതുവരേക്കും നിങ്ങൾ പാലക്കാട് ജില്ലക്കാരെന്ന് മാത്രമല്ല കേരളത്തിൽ ഒരാളും വളർന്നിട്ടില്ല. ആ വിശ്വരൂപം ഞാൻ കാണിച്ചു തരാം, പക്ഷെ ഞെട്ടരുത്. ഈ പുഴയ്ക്കപ്പാടത്തിന് വെല്ലാനായിട്ട് കേരളത്തിൽ ഒരു ബ്ലോക്കും ഇതുവരേക്കില്ല. കണ്ടോ? ഈ ബ്ലോക്കിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് പണിയാണ്. ഈ റോഡ് പണി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതായ കാരണം തന്നെ കുറേ കാലങ്ങളായി ഞങ്ങളിത് തുടങ്ങിയിട്ട് ഒരു മിനിമം ഒരു 3 വർഷങ്ങളായിട്ടുണ്ടാവും. ഈ ഭാഗത്ത് പൊളിക്കും പണിയും അങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൂടെ മുമ്പ് പുതുക്കി പണിത റോഡായിരുന്നു, അതിപ്പോൾ വീണ്ടും പൊളിച്ചിട്ടു. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒരു ഭാഗത്ത് റോഡ് പൊളിച്ചിട്ട കാരണം തന്നെ അപ്പുറത്തെ ഭാഗത്തൂടെയാണ് 2 സൈഡിലേക്കുള്ള വണ്ടികൾ വിടുന്നത്. അപ്പം പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പിന്നെ ആ റോഡ് നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം. അത്യാസന്ന നിലയിൽ വല്ല രോഗികളെങ്ങാനും ഇതിലെ വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് അല്ല ആരായാലും ഏത് വണ്ടി വിളിച്ചു വന്നാലും ഒരു രക്ഷയില്ല. ഇതായിരിക്കും അവസ്ഥ. എത്ര ഉണ്ടെങ്കിലും ഈ ബ്ലോക്കിൽ പെടാണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. വണ്ടി മാത്രല്ല കേട്ടാ, ഈ വഴിക്ക് നടന്ന് പോകാൻ പോലും പറ്റില്ല. അങ്ങനെ നടന്ന് പോകണമെങ്കിൽ നമ്മൾ കാടും മേടൊക്കെ കടന്നിട്ട് വേണം ഇതിൽ കൂടെ നടന്നു പോകാനായിട്ട്. അത്രയ്ക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റോഡ് ട്രിപ്പ് തന്നെ നമുക്കിവിടെ കിട്ടും. നല്ല മൂടൽ മഞ്ഞിൽ കൂടെയൊക്കെ നടന്ന് നല്ല റീൽസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് ഞങ്ങളുടെ പുഴയ്ക്കപ്പാടം. അത് വേറെ ഒന്നല്ല, ഇവിടുത്തെ ഈ പൊടി, റോഡിലെ പൊടി, എൻ്റെ പൊന്നേ, ഇതിൽ കൂടെയുള്ള വണ്ടികൾ പോകുന്ന സമയത്ത് ഇതാണ് അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞാൽ ചെളിക്കുളാണ്. ആ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ലാണ്ട്, ഒരു കൂസലില്ലാണ്ട് ഇത് കണ്ടില്ലേ ഒരാള് ഇവിടെ ഇരിക്കുക. ഈ ബ്ലോക്കൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനും വേണം ഒരു യോഗം എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇതുപോലെ നല്ല കൂളായിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ബ്ലോക്കിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ഇവിടെ കാണാൻ വരുന്ന കലാപരിപാടിയാണ് ഇത് കണ്ട. ഇവിടെ സ്ഥിരം ഈ ആക്സിഡൻറ്റ് ഇവിടെ ഉള്ള കാരണം തന്നെ അതിനും ഒരു ബ്ലോക്കിൻ്റെ ഒരു കാരണമാണ് കേട്ടോ. മുതുവറ തൊട്ട് ശോഭാ സിറ്റി വരെ ഏകദേശം 2 കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ളൂ. ഈ പണി കഴിയാനായിട്ട് എത്രയേ കാലമായി ഞങ്ങൾ കാത്തിരിക്കണമെന്നറിയോ. ഇനിയും കാത്തിരിക്കാൻ ഇവിടുത്തെ ആൾക്കാർ തയ്യാറാണ്. കാരണം വേറെ ഒന്നുമല്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. ബ്ലോക്കിൻ്റെ കാര്യത്തിൽ എന്തായാലും ഞങ്ങളോട് മുട്ടാൻ ഒരാൾക്കും പറ്റില്ല. ഇതെൻ്റെ ഓവർ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാരോട് വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും.